എൽ ഡി എഫിന് ഇത്രയും വലിയൊരു തോൽവി ആരും പ്രതീക്ഷിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ തോൽവിയിലേക്ക് അവരെ തള്ളിയിട്ടത് പ്രധാനമായും എന്തൊക്കെയാണെന്നാണ് അങ്ങ് കരുതുന്നത്? ഇത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമാണ്. ഈ ഭരണവിരുദ്ധ വികാരം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടായിരുന്നു. അത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിധിയെഴുത്താണ് പ്രധാനമായിട്ടും ഉണ്ടായത്. കാരണം കോൺഗ്രസും CPM തമ്മിലാണല്ലോ യഥാർത്ഥ മത്സരം നടന്നത്. BJP ഒരു മൂന്നാം പാർട്ടിയായിട്ട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും യഥാർത്ഥ മത്സരം കോൺഗ്രസും CPM തമ്മിലായിരുന്നു. അന്ന് ജനങ്ങളുടെ ഇടയിൽ സർക്കാരിനെ കുറിച്ച് വലിയ രോഷവും അമർഷവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുകൊണ്ട് മറിയക്കുട്ടിയുടെ ചട്ടി സമരമൊക്കെ ഓർക്കട്ടെ. അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒരു ആഡംബര വാഹനത്തിൽ കയറി 140 മണ്ഡലങ്ങളിലും അവരുടെ ഒരു രഥയാത്ര നടത്തുക. അതിന് നവകേരള സദസ്സ് എന്നാണ് പറഞ്ഞത്. ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതികൾ സ്വീകരിച്ച് അവയ്ക്ക് അടിയന്തരമായി പരിഹാരം കണ്ടെത്താനായിട്ട് ബഹുമാനപ്പെട്ട കേരള ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ മന്ത്രി സത്തമന്മാരും ഇങ്ങനെ പണ്ട് ഈ ശ്രീരാമനും മറ്റുമൊക്കെ രാജസൂയം നടത്തിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അശ്വമേധവും രാജസൂയമൊക്കെ നടത്തുന്ന ചക്രവർത്തിമാരെ പോലെ പുള്ളി കുതിര അഴിച്ചുവിടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു KSRTC ബസ്, ഒരു വോൾവോ ബസ്, അതിൽ കയറിയാണ് ഈ പാപപരിഹാര യാത്ര നടത്തിയത്. അതിൻ്റെ ഫലം എന്തായിരുന്നു വെച്ചാൽ 19 സീറ്റിൽ തോറ്റുള്ളൂ. 20 സീറ്റ് തോക്കേണ്ടതായിരുന്നു അന്നത്തെ ഒരു രോഷത്തിൻ്റെ തോത് വെച്ച് നോക്കും. 18 സീറ്റിൽ UDF ജയിച്ചു, 1 സീറ്റിൽ BJP ജയിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അവരും വിചാരിച്ചു ഇതുകൂടി ജനങ്ങളുടെ പ്രതിഷേധം തീർന്നായിരിക്കും. അങ്ങനെ സംഭവിക്കും. ചിലപ്പോൾ ഒരു പ്രാവശ്യം തോപ്പിച്ച് കഴിയുമ്പോൾ ജനങ്ങളുടെ ആ വിപരീത വികാരത്തിന് നല്ലൊരു കുറവ് സംഭവിക്കും. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ജനങ്ങളുടെ വിപരീത വികാരത്തിന് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ UDF പോലും പ്രതീക്ഷിക്കാത്ത UDF കേന്ദ്രങ്ങൾ തന്നെ ഞെട്ടിച്ച ഒരു വമ്പിച്ച വിജയമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ മേന്മ കൊണ്ടാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലോ ഒക്കെ UDF ജയിച്ചതിന് വേറൊരു മാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ മുസ്ലിം ലീഗ് വളരെ ശക്തമാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു തേരോട്ടമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോടും ഭാഗികമായിട്ട് അതിനിടെ സംഭവിച്ചിട്ടുള്ളത്. കണ്ണൂരിലും LDFൻ്റെ തിരിച്ചടി ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ലീഗിൻ്റെ കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലീഗിൻ്റെ പോക്കറ്റുകളിൽ അവർ ജയിക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം ആ പാർട്ടിയുടെ മെഷറി വളരെ ശക്തമാണ്. അതിൻ്റെ നേതൃത്വവും ഏകാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. പാർട്ടി സംവിധാനം വളരെ ശക്തമാണ്. അങ്ങനെ ഒരു ഘടകം അവിടെ ഉണ്ട്. പിന്നെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഈ മുസ്ലിം വോട്ടുകളുടെ വമ്പിച്ച കേന്ദ്രീകരണമായിരുന്നു UDFന് അനുകൂലമായിട്ട്. അത് മലബാറിലും ഉണ്ട്, തിരുവിതാംകൂർ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് വരാം. അതുകൊണ്ട് മലബാറിൽ അവരുണ്ടാക്കിയ നേട്ടത്തിൽ നമ്മൾ അത്ര വലിയ ഞെട്ടൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. മറിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശിഥിലമാണ്. കോൺഗ്രസ്സിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സമുദായങ്ങളൊക്കെ അവർക്ക് എതിരായി. നായർ സമുദായം എതിരായി. ക്രിസ്ത്യൻ വോട്ടിൽ തന്നെ വലിയ വിള്ളലുണ്ടായി. സാമുദായിക ധ്രുവീകരണം ഭയാനകമായ രീതിയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും കോൺഗ്രസ്, ഇവിടെ ലീഗ് അത്ര പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു കക്ഷിയല്ല തൃശ്ശൂർ തൊട്ട് തെക്കോട്ടുള്ള ജില്ലകളിൽ. അതുപോലെ കേരള കോൺഗ്രസ്സിനാണെങ്കിൽ പഴയ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു. അതിലെ തന്നെ പ്രബലമായ വിഭാഗം ജോസ് മാണിയുടെ കൂടെ ഇടതുമുന്നണിയിലാണ്. ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിട്ടും ഈ ജില്ലകളിൽ അവർക്ക് വലിയ മുന്നേറ്റമുണ്ടാകുക. ഇപ്പോൾ ഈ ഇടതുമുന്നണിക്ക് സാമാന്യം നല്ല വിജയം ഉണ്ടായെന്ന് നമ്മൾ പറയുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്, കൊല്ലം ജില്ലാ പഞ്ചായത്ത്, അവിടെയൊക്കെ തന്നെ, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, ഈ സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഈ നഗരപ്രദേശങ്ങളിൽ, പട്ടണ പ്രദേശങ്ങളിൽ വലിയ തിരിച്ചടിയാണ്. മാവേലിക്കര മുനിസിപ്പാലിറ്റി, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി, തിരുവല്ല മുനിസിപ്പാലിറ്റി, അതെ, അതല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ചേർത്തല ഒഴിച്ച് ബാക്കി എല്ലാ മുനിസിപ്പാലിറ്റികളും. എറണാകുളം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൂടെ തൃപ്പൂണിത്തുറ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും UDF വിജയിച്ചു. തൃപ്പൂണിത്തുറയിൽ BJP ആണ് ജയിച്ചത്. അപ്പോൾ എവിടെ നോക്കിയാലും LDFൻ്റെ പൊടി പോലും ഇല്ല. എൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ ചെങ്ങമനാടാണ്. ചെങ്ങമനാട് പഞ്ചായത്തിൻ്റെ റിസൾട്ട് എങ്ങനെ വെച്ചാൽ കോൺഗ്രസ്സുകാർ 6 പേരും കോൺഗ്രസ് പിന്തുണച്ച സ്വതന്ത്രന്മാർ 2 പേരും, അങ്ങനെ 8 പേർ. BJPക്ക് 6 സീറ്റ്, LDFന് 5 സീറ്റ്. ഒന്ന് ആലോചിച്ചു, BJPയേക്കാൾ താഴെയാണ് LDF. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഗംഭീരമായ ഭരണവിരുദ്ധ വികാരമാണ്. ആലുവ മുനിസിപ്പാലിറ്റി നോക്കിയാൽ അതിലും രസമാണ്. 26 ഡിവിഷനുകളിൽ 26ലും കോൺഗ്രസ്സുകാർ കൈപ്പത്തിയിൽ മത്സരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് UDF ഇല്ല, കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ 26ൽ 20 പേര് ജയിക്കും, വമ്പിച്ച വിജയമാണ്. LDFൻ്റെ 2 പേർ ജയിക്കുന്നു, BJPയുടെ 4 പേർ ജയിക്കും. 4 BJPക്കാർ താമര അടയാളത്തിൽ മത്സരിച്ച് ജയിക്കും.
ഇതിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ BJP ജയിച്ച ഡിവിഷനുകൾ, പഞ്ചായത്ത് വാർഡുകൾ നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ജയിക്കുന്ന BJPക്കാർ അധികം സ്ത്രീകളാണ്. ആലുവ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ച 4-ൽ 4 പേരും സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെങ്ങമനാട് പഞ്ചായത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇവിടെ 6 BJPക്കാർ ജയിച്ചതിൽ 5 പേര് സ്ത്രീകളാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇനിയും കുറച്ചുകൂടി സാമൂഹിക ശാസ്ത്രപരമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിരുന്നു. ജനങ്ങൾ BJPക്ക് എന്തെങ്കിലും ജയസാധ്യതയുള്ള സ്ഥലത്ത് അവർക്ക് കൂട്ടി, BJPക്ക് ജയസാധ്യത ഇല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ കോൺഗ്രസിനാണ് കൂടുതൽ ജയസാധ്യത എന്ന് തോന്നുന്ന സ്ഥലത്ത് കോൺഗ്രസിന് കൂട്ടി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലെ റിസൾട്ട് നോക്കിയിട്ട് നമ്മൾ കാണുന്ന കാഴ്ച, കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുന്നു. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി BJP ആണ്. 3-ാം സ്ഥാനത്താണ് LDF. അപ്പോൾ ഇതങ്ങനെ സംഭവിച്ചു. മാവേലിക്കര എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു കോട്ടയാണ്. ഇടതുപക്ഷക്കാരുടെ പണ്ട് മുതലേ ഉള്ള ഒരു ശക്തി കേന്ദ്രമാണ് മാവേലിക്കര. അവിടെ എന്തുകൊണ്ട് ഇങ്ങനത്തെ റിസൾട്ട് ഉണ്ടായി എന്ന് പഠിക്കപ്പെടേണ്ടതാണ്. ഇനി ഇതുപോലെ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇനി മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ട എന്ന് പറയാവുന്ന താനൂർ നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ്റെ മണ്ഡലം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലം തിരൂരാണെങ്കിലും മണ്ഡലം താനൂരാണ്. താനൂർ മുനിസിപ്പാലിറ്റിയിലെ റിസൾട്ട് നോക്കിയോ, അവിടെ LDF ഒരു സീറ്റ് ജയിച്ചിട്ടില്ല. അതിൽ അത്ര വലിയ അത്ഭുതമില്ല. പക്ഷേ BJPക്കാർ 8 പേര് ജയിച്ചു. BJP ആണ് ഏക പ്രതിപക്ഷം. മുസ്ലിം ലീഗാണ് ഭരണകക്ഷി, BJP ആണ് പ്രതിപക്ഷം. താനൂരെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? കൊല്ലം കോർപ്പറേഷൻ നോക്കുക. കൊല്ലം എന്ന് വെച്ചാൽ എത്രയോ കൊല്ലം, കൊല്ലം കോർപ്പറേഷനായി പിന്നെ LDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള കൊല്ലത്ത് LDFിനുണ്ടായ തിരിച്ചടി എത്ര ഭയങ്കരമാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നൽകുന്ന ആ സൂചന വളരെ വ്യക്തമാണ്. മാത്രവുമല്ല, പൊതുവേ തന്നെ മുനിസിപ്പാലിറ്റികളിൽ UDFിനാണ് ഒരു മേൽക്കൈ കിട്ടാറുള്ളത്. കാരണം പട്ടണങ്ങളിലും ഒക്കെ ഉള്ള ഇടത്തരക്കാർ, വിദ്യാസമ്പന്നരായ ആളുകൾ പൊതുവേ വലതുപക്ഷ ചിന്താധികാരാണ്. അവർ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനാണ് വോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ UDFിനാണ് വോട്ട് കൊടുക്കുക. ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിൽ തന്നെ എത്ര ഭയങ്കരമായ വിജയമാണ് ഈ UDFിനുണ്ടായിട്ടുള്ളത്. ഞാൻ ഇന്ന് കാലത്ത് പത്രം എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ആലുവ അങ്കമാലി ഭാഗത്ത്, ആലുവ താലൂക്കിൽ എവിടെയെങ്കിലും LDF ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു പഞ്ചായത്തിലും ജയിച്ചായിട്ട് കാണുന്നില്ല. ഇടത്തല പഞ്ചായത്ത്, ചൂർണിക്കര പഞ്ചായത്ത്, അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള പല പഞ്ചായത്തുകളും, ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി, പാറക്കടവ്, ഈ പാറക്കടവിലും മറ്റുമൊക്കെ CPMകാർ മാത്രം ജയിച്ചിരുന്ന സ്ഥലമാണ്. അതുപോലെ മഞ്ഞപ്പുറം പഞ്ചായത്ത്, അവസാനം അയ്യമ്പുഴ എന്നൊരു പഞ്ചായത്തിൽ LDF UDFിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയത് വായിച്ച് ഞാൻ രോമാഞ്ചം കൊണ്ടു. കാരണം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തെങ്കിലും ജയിച്ചല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തമാശ പറഞ്ഞല്ല, അത്ര വലിയ പരാജയമാണ് ആലുവ താലൂക്കിൽ എന്നുള്ളത്. ഞാൻ ഒരു പ്രദേശം എടുത്തെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പേപ്പറിൽ ഇപ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ പണ്ടത്തെ പോലെ അഖില കേരള വാർത്തകൾ കുറവായിരിക്കുമല്ലോ. പ്രാദേശികമായ വാർത്തകളും ജയിച്ചവരുടെ പേരും അച്ഛൻ്റെ പേരും ഒക്കെ എനിക്ക് കൂടുതലായിട്ട് വരിക. ശരിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ആലുവ താലൂക്ക് വീട് ആലുവയിലായതുകൊണ്ട് അത് നോക്കിയപ്പോൾ കാണുന്നത് അയ്യമ്പുഴ പഞ്ചായത്തിലാണ് ആകെ ഒരു ജയം ഉണ്ടായിട്ടുള്ളത്. മൂക്കന്നൂർ പഞ്ചായത്ത്, തുറവൂർ പഞ്ചായത്ത്, കറുകുറ്റി പഞ്ചായത്ത് എല്ലാം പോയിരിക്കുകയാണ്. പാറക്കടവ് പോലും പോയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി, ചെങ്ങമനാട്, കുന്നുകര, അതുപോലെ ഇടത്തല, ചൂർണിക്കര എല്ലാം കഴിഞ്ഞ് ആകെ വന്നിട്ട് പോയിട്ടും ആകെ ഉള്ളത് അയ്യമ്പുഴ പഞ്ചായത്താണ്. അയ്യമ്പുഴ എന്ന് പറയുന്നത് ഏതാണ്ട് തമിഴ്നാട് ബോർഡറിൽ വനപ്രദേശമാണ്. കാലടി പ്ലാന്റേഷനൊക്കെ അതിലാണ് വരിക. അപ്പോൾ ഇല്ലിത്തോട് അങ്ങനെയുള്ള ഒരു വലിയ വനമേഖലയിലാണ് ആകെ കൂടി LDF ജയിച്ചിട്ടുള്ളത്. അപ്പോൾ LDF കാട് കയറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. LDFിൻ്റെ തിരിച്ചടിയിലും നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP വിജയിച്ചിരിക്കുകയാണ്. നഗരമേഖലകളിലൊക്കെ തന്നെ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJP നടത്തിയ മുന്നേറ്റം കൂടി കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാവേലിക്കര മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ താനൂർ മുനിസിപ്പാലിറ്റി, കോഴിക്കോട് കോർപ്പറേഷനിൽ അവരുടെ സീറ്റുകൾ ഏതാണ്ട് ഇരട്ടിച്ചു. മുൻ മേയർ ഇപ്പോഴത്തെ മേയർ ബീന ഫിലിപ്പിൻ്റെ ഡിവിഷനിൽ പോലും BJP ജയിച്ചു. തിരുവനന്തപുരത്തെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. തിരുവനന്തപുരത്ത് BJP ഏതാണ്ട് അധികാരത്തിലെത്തി എന്ന് പറയാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് കൊല്ലം കോർപ്പറേഷനിൽ BJP മുന്നേറിയിട്ട്, മാവേലിക്കര നഗരസഭയിലും മുന്നേറിയിട്ട്, തൃപ്പൂണിത്തുറയിൽ BJPയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല പഞ്ചായത്തുകളിലും BJP മുന്നേറിയിട്ട് അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ട് കണക്കാക്കേണ്ടതില്ല. ആ ഒരു ഘടകം അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും ഈ CPMനെ തോൽപ്പിക്കുക എന്ന സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായിട്ട് ജനങ്ങൾ BJP ജയിപ്പിച്ചു എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തിസഹമായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ തവണ പന്തളം മുനിസിപ്പാലിറ്റിയിലൊക്കെ BJP വമ്പിച്ച വിജയം നേടി. കാരണം വെച്ചാൽ അന്ന് ഈ ശബരിമലയുടെ ഒരു ഹാങ് ഓവറിലായിരുന്നു. പന്തളം ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമുള്ളൂ. അതുകൊണ്ട് ഇത്തവണ അതില്ല.
ഇത്തവണ ബി ജെ പിക്ക് സ്വാഭാവികമായിട്ട് കിട്ടാവുന്ന വോട്ടുകളും സീറ്റുകളും തന്നെ കിട്ടിയിട്ടുള്ളൂ ആ പാർട്ടിക്ക്. ഞാൻ നേരത്തെ നമ്മൾ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞല്ലോ, ബി ജെ പി നില മെച്ചപ്പെടുത്തും. അത് എത്ര ഡിവിഷനായിട്ട്, എത്ര സീറ്റായിട്ട്, എത്ര മുനിസിപ്പാലിറ്റി ആയിട്ട്, എത്ര കോർപ്പറേഷനായിട്ട് മാറും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൂ. അതെ. അത് തന്നെ സംഭവിച്ചു. ബി ജെ പി നില മെച്ചപ്പെടുത്തിയത് ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ഒരു പ്രതിപക്ഷ വിരുദ്ധ വികാരം കൂടി ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ ഈ സമുദായ ന്യൂനപക്ഷ പ്രീണനത്തോടുള്ള ഒരു വിയോജിപ്പ്, എതിർപ്പ് അതുണ്ടായിരുന്നു. ആ ആനുകൂല്യം ബി ജെ പിക്കാണ് കിട്ടിയത്. ഹിന്ദുത്വ വികാരത്തേക്കാൾ കൂടുതലായിട്ട് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അവിടെ പ്രതിഫലിച്ചത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ആളുകൾ ബി ജെ പിക്ക് വോട്ട് കൊടുത്തത് ബി ജെ പിയോടുള്ള താല്പര്യം കൊണ്ടല്ല. ഇനി വേറൊരു പ്രത്യേകത പറയാം. ഈ ബി ജെ പി ജയിക്കുന്ന വാർഡുകൾ മിക്കവാറും കോൺഗ്രസ് വട്ടപ്പൂജ്യമായി തീർന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന് അന്യതായി കിട്ടുമായിരുന്ന കുറേ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ വീടിരിക്കുന്ന വാർഡ് ഞാൻ പറഞ്ഞല്ലോ, ചെങ്ങമനാട് പഞ്ചായത്ത് 16-ാം വാർഡാണ്. 16-ാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിൻ്റെ പകുതി വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. കോൺഗ്രസിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 2 കൈൻ്റെയും വിരലുകൊണ്ട് എണ്ണി തീർക്കാവുന്ന അത്ര വോട്ടുകളാണ്. അപ്പം ഇതങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനകത്ത് വേറെ പല അന്തർധാരകളുമുണ്ട്. കാരണം ഇത് കോൺഗ്രസ്സുകാർ പറഞ്ഞ് ബി ജെ പിക്ക് വോട്ട് ചെയ്യിച്ചല്ല, അതിന് പറഞ്ഞ് ജയിപ്പിക്കാൻ മാത്രം കോൺഗ്രസ്സുകാരൊന്നും അവിടെ ഇല്ല. ഈ കതർധാരികൾ തീരെ ഇല്ലാത്ത സ്ഥലം ഞങ്ങളുടെ നാട്. അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇത്തവണ സി പി എമ്മിന് തോൽപ്പിക്കാനായിട്ട് നമുക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്തോളാം എന്ന് കരുതി ബി ജെ പിക്ക് വോട്ട് കൊടുത്തു. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെയും വെറുതെ വളരെ ഫ്ലാറ്റായിട്ട് പരിശോധിച്ചാൽ വലിയ അബദ്ധത്തിൽ ചെത്തിയാണ്.